സ്ത്രീകളുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രപരമായൊരു തുടർച്ചയുണ്ട് കേരളത്തിൽ. നമ്മുടെ എല്ലാ നവോത്ഥാന കാല സമരങ്ങളും ആദ്യം സ്ത്രീകളുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട്, ഒരു ജാതിയിലുള്ള സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നമല്ല വേറൊരു ജാതിയിലുള്ള സ്ത്രീ, സവർണ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം അല്ല ദളിത് സ്ത്രീ അനുഭവിക്കുന്നത്. അങ്ങനെ ജാതി, മതം, വർഗം, അതുപോലെ തന്നെ വംശം, വർണ്ണം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ 80കൾ എന്നൊക്കെ പറയുമ്പോൾ നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു അവസാന ഭാഗം നടക്കുന്നൊരു സമയമാണ്. പക്ഷേ നക്സലൈറ്റ് മൂവ്മെൻറ്റ് വെച്ച സ്വപ്നങ്ങൾ അവസാനിക്കുന്നുമില്ല, ആ സ്വപ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വലതിനെ മാറ്റി നിർത്തിയാൽ ശക്തമായിട്ടുള്ള അവിടുത്തെ ഇടത് പ്രസ്ഥാനങ്ങൾക്ക് വർഗപ്രശ്നത്തിനപ്പുറത്ത് വർഗേതര പ്രശ്നം എന്ന് പറഞ്ഞത് രുചിച്ചിട്ടുമില്ല. സ്ത്രീകൾക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ല എന്ന നിലപാടാണ് അവരെടുത്തത്. ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു കാഴ്ചപ്പാട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് തുടങ്ങിയതാണത്. ആ കാഴ്ചപ്പാട് വികസിച്ച് വരാൻ കുറച്ച് സമയം എടുത്തു. കാരണം ഞങ്ങൾ തുടങ്ങി വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഫെമിനിസ്റ്റ് ഒരു പ്രവർത്തനമാണെന്നൊന്നും തോന്നിയിരുന്നില്ല. ഈ കേരളത്തിലെ ആ ഒരു 80കളുടെ അവസാനത്തിലൊക്കെ വളരെയധികം സ്ത്രീധന മരണങ്ങളും കൊലപാതകങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് കോളേജിലെ കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒരു കൂട്ടായ്മ ഉണ്ടായത്, രൂപപ്പെട്ടത്. ആ കൂട്ടായ്മ പിന്നീട് അതിൻ്റെ ചർച്ചകളിൽ കൂടിയും പഠനങ്ങളിൽ കൂടിയും വികസിച്ച് വന്ന് ആണ് നമ്മൾ ഫെമിനിസ്റ്റ് ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രത്യയശാസ്ത്രം രൂപീകരിക്കണമെന്ന് ഉള്ളൊരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അത് തുടക്കത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന എല്ലാവിധ അക്രമ പ്രവർത്തനങ്ങളും അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം എന്നുള്ളൊരു നിലപാടിൽ നിന്ന് തുടങ്ങിയതാണ്. അത് ഞങ്ങളിത് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് ആ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ കീഴിലല്ലെങ്കിലും സ്ത്രീകളുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രപരമായൊരു തുടർച്ചയുണ്ട് കേരളത്തിൽ. നമ്മുടെ എല്ലാ നവോത്ഥാന കാല സമരങ്ങളും ആദ്യം സ്ത്രീകളുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഷ്കരണവാദപരമായിട്ടുള്ളൊരു നിലപാട് വെച്ചുകൊണ്ട് സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെ ഒരുപാട് സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ ജീവിതം കുറച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തുമല്ല, സ്ത്രീയും ഒരു അവകാശങ്ങളൊക്കെ ഉള്ള ഒരു പൗരവ്യക്തിയാണ് എന്നുള്ള രീതിയിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും പിന്നെ ചൂഷണം ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ലൈംഗികോപകരണമായിട്ട് നിൽക്കേണ്ട ഒരു ഇതല്ല എന്നുള്ള രീതിയിലേക്ക് അത് ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു സമരമുഖം തന്നെ ഉണ്ട് അതിന്. സ്ത്രീകളിപ്പോൾ ചാന്നാർ ലഹള തൊട്ട് അതുപോലെ എല്ലാ തരത്തിലുള്ള
ആ, പരി സമുദായ പരിഷ്കർത്താക്കളും സ്ത്രീകളുടെ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണം, അവർക്ക് പിന്നെ എന്താ പറയുക, കുടുംബത്തിന് പുറത്ത് ഒരു വ്യക്തിത്വം ഉണ്ടാക്കി ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കണം, അന്നങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള. അപ്പോൾ അത് ഉള്ളപ്പോഴും അത് വെറും പരിഷ്കരണവാദപരം ആയിരുന്നു. പക്ഷേ പരിഷ്കരണവും വിമോചനവും രണ്ടാണ് എന്നൊരു നിലപാടാണ് അന്ന് ഞങ്ങൾ എടുത്തത്, മാനുഷി എന്ന് പറയുന്ന സംഘടന എടുത്തത്. വിമോചനം എന്ന് പറയുമ്പോൾ അത് തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാറ്റം ആണ്. സ്ത്രീ പുരുഷ തുല്യത, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ തുല്യത എന്ന് പറയേണ്ടി വരും. അപ്പോൾ തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വീക്ഷണത്തോടു കൂടി സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും പിന്നെ ഭരണഘടനാപരമായിട്ടുള്ള പിന്നെ സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ വീണ്ടെടുക്കണം, അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് നമ്മളന്ന് ഫെമിനിസ്റ്റ് ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചത്. അത് വയ്ക്കുമ്പോൾ അതിനെ ഒരുപാട് എന്താ പറയുക, വൈഡായിട്ടുള്ള തലങ്ങളിലേക്ക് അത് പോകേണ്ടതുണ്ട്. ഒന്ന് ഒറ്റ ഇതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. കാരണം ഇന്ത്യ പോലെയുള്ളൊരു സംസ്ഥാനത്തിലെ ഒരു സംസ്ഥാനത്തുള്ള സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നമല്ല മറ്റൊരു സംസ്ഥാനത്തെ സ്ത്രീ അനുഭവിക്കുന്നത്. ഒരു ജാതിയിലുള്ള സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നമല്ല വേറൊരു ജാതിയിലുള്ള സ്ത്രീ, സവർണ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം അല്ല ദളിത് സ്ത്രീ അനുഭവിക്കുന്നത്. അങ്ങനെ ജാതി, മതം, വർഗം, അതുപോലെ തന്നെ വംശം, വർണ്ണം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല, നിരവധികളായിട്ടുള്ള പ്രശ്നം ആണ്. അപ്പോൾ ഈ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങളെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ ബഹുസ്വരതയുള്ള ഒരു ഒരു പിന്നെ വിമോചന പ്രത്യയശാസ്ത്രം രൂപപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിലോരോന്നിലും നമ്മൾ അന്വേഷണങ്ങൾ പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വയം നിർണയാവകാശം എന്ന് പറയുന്നത്, ലിംഗപരമായിട്ടുള്ള സ്വയം നിർണയാവകാശം എന്ന് പറയുന്നത് പിന്നെ എല്ലാ പിന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ട്രാൻസ്ജെൻഡേഷൻസിൻ്റെയും ലിംഗപരമായിട്ടുള്ള സ്വയം നിർണയാവകാശം എന്ന രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ വളരെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ സമൂഹത്തിൽ പിന്നെ സ്ത്രീ വിമോചന രാഷ്ട്രീയം പിന്നെ നമ്മുടെ അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത് പിന്നെ എന്താ പറയുക, എല്ലാ തരത്തിലുള്ള പിന്നെ തുല്യത നിഷേധിക്കപ്പെടുന്ന മുഴുവൻ മനുഷ്യരോടും കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ഉള്ളൊരു വലിയ ഒരു ടോട്ടാലിറ്റി സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ അത് ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു മനോഹരമായിട്ടുള്ള രാഷ്ട്രീയ സ്വപ്നമാണ്. അത് തുല്യത നിഷേധിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും വിമോചനവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് സംഭവിക്കേണ്ട വിശാലമായ ഒരു രാഷ്ട്രീയ അടിത്തറ ഉണ്ട്. അതിന് സ്ത്രീകളുടെ മുൻകൈയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പട്ടാമ്പി കോളേജിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത്. ഒരുപക്ഷെ അവിടെ കുറച്ചും കൂടി ഒരു പൊളിറ്റിക്കലായിട്ടുള്ള, ഇതര ക്യാമ്പസുകളെ അപേക്ഷിച്ച് വളരെ ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രദേശവുമാണ്. പ്രത്യേകിച്ച് ആ കലാലയവും അങ്ങനെയാണ്. ആ കലാലയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പുരോഗമന മൂവ്മെൻറ്റുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൽ നിന്ന് വന്നിട്ടുള്ള ഇതായിട്ട് നമുക്കറിയാം. അതേപോലെ തന്നെ അവിടെ നിന്ന് ലിറ്റിൽ മാഗസിനുകൾ, ക്യാമ്പസ് തിയേറ്റർ പ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി എന്താ പറയുക മറ്റ് ക്യാമ്പസുകൾക്ക് മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷവും ഒരു സാംസ്കാരിക അന്തരീക്ഷവും സാമൂഹിക അന്തരീക്ഷവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പസ് തിയേറ്ററുകളുടെയൊക്കെ പ്രവർത്തനം നിലനിൽക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു കുട്ടികൾ വളരെയധികം പുരോഗമന ആശയങ്ങൾ ഉൾക്കൊണ്ടവരും അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുന്നവരും ആയിരുന്നു. എല്ലാവരും അല്ല എങ്കിൽ പോലും. പിന്നെ നമ്മൾ ഈ 80കൾ എന്നൊക്കെ പറയുമ്പോൾ നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു അവസാന ഭാഗം നടക്കുന്നൊരു സമയമാണ്. പക്ഷേ നക്സലൈറ്റ് മൂവ്മെൻറ്റ് വെച്ച സ്വപ്നങ്ങൾ അവസാനിക്കുന്നുമില്ല, ആ സ്വപ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലനിൽക്കുന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തനങ്ങൾക്ക് പിന്നെ സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തിപ്പെടാൻ വിവിധ തടസ്സങ്ങളുള്ളത് കൊണ്ട് തന്നെ വിപ്ലവത്തിലൂടെ അത് കൈവരിക്കുക എന്ന ഒരു
വലിയ സ്വപ്നം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ആ കാലഘട്ടത്തിൽ നക്സലൈറ്റ് പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ഒരു തീവ്ര സ്വഭാവമുള്ള ആശയത്തെ ഏറ്റെടുത്ത ഒരുപാട് കുട്ടികൾ യുവാക്കൾ കാലത്തുണ്ട്. പട്ടാമ്പി കോളേജിലും വിപ്ലവ വിദ്യാർത്ഥി സംഘടന വളരെ ശക്തമായിരുന്നു. അപ്പോൾ ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയും അവിടെ നിലവിലുള്ള പിന്നെ എന്താ പറയുക ഇടതുപക്ഷ സംഘടനകളും ഒക്കെ തന്നെ ആ രീതിയിൽ നോക്കുമ്പോൾ ആ ക്യാമ്പസിലെ മറ്റൊരു വലത് പ്രവർത്തനങ്ങൾക്കോ വലത് ആശയങ്ങൾക്കോ ഇടകൊടുക്കാത്ത വിധത്തിൽ ശക്തമായിട്ട് നിലനിന്നിരുന്നു. അതിൽ തന്നെ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയിലെ കുട്ടികളാണ് എന്തെങ്കിലും നമ്മൾ സ്ത്രീകളുടെ ഈ മരണങ്ങൾ സ്ത്രീധന മരണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കേണ്ടതെന്ന് ചോദിച്ച് വന്ന് അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം. പിന്നെ പിന്നീടാണ് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ രൂപീകരണവും മാനുഷി എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നതും അതിൻ്റെ പല കാരണങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരു വിദ്യാർത്ഥിനിയുടെ മരണം, ഒരു വിദ്യാർത്ഥിനിയുടെ നേർക്ക് ഒരു അധ്യാപകൻ നടത്തിയ മോശമായിട്ടുള്ള പെരുമാറ്റം, ഇതൊക്കെ പറയപ്പെടാതെ കിടന്നിരുന്ന സംഗതികളാണ്. അങ്ങനെ അറിയപ്പെടാതെ പോയിരുന്ന ഒന്നാണ് ക്യാമ്പസുകളിൽ. പക്ഷെ അത് അറിയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇത് പ്രശ്നവൽക്കരിക്കണം എന്ന ഒരു നിലപാട് നമ്മളന്ന് അവിടെ എടുക്കുകയുണ്ടായി. ഇപ്പോൾ മാനുഷി രൂപീകരിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നു തുടക്കത്തിൽ എല്ലാ വിഭാഗം പെൺകുട്ടികളും അതിനകത്തേക്ക് വന്നിരുന്നു. സ്ത്രീകളുടെ മാത്രം മുൻകൈയിൽ വേണം ആ പ്രവർത്തനങ്ങളിലുള്ളതായിരുന്നു മാനുഷിയുടെ ഒരു പ്രധാന ഇത്. പുരുഷന്മാർക്ക് ചേരാം, കാരണം പുരുഷന്മാരും കൂടി തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ എന്താണ് പ്രശ്നങ്ങളെന്ന് തിരിച്ചറിയാൻ സ്ത്രീകൾക്ക് പോലും കഴിയാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. എന്താണ് നമ്മുടെ പ്രശ്നം, നമ്മളെങ്ങനെ എന്ത് സമൂഹ പിന്നെ എന്താ പറയുക വർഗബന്ധങ്ങളിലും ലിംഗബന്ധങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ചൂഷകരാകുന്നത്, അപ്പോൾ എന്ത് ചൂഷണമാണ് എൻ്റെ മേൽ നടക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കണ്ടീഷൻഡായിരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ കണ്ടീഷനിങ് എന്താണ് എന്നുള്ളതാണ് ആദ്യം പിന്നെ അന്വേഷിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിന് ഫാമിലി, മതം, അതുപോലെ തന്നെ സമൂഹം, ഇതൊക്കെ എങ്ങനെ കാരണമായിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അടിത്തട്ടിൽ നിന്നുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ പുരുഷന്മാർ എന്നതുപോലെ സ്ത്രീകളും ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിലെ ഭാഗമാണ്. അത് തന്നെയല്ല, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ്. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവ് രണ്ടു കൂട്ടർക്കും ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത് ഒരിക്കലും ഒരു പുരുഷ മേധാവിത്വമുള്ള അല്ലെങ്കിൽ ആൺകോയ്മയുള്ള ഒരു സംഘടനയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് സ്ത്രീകൾ തന്നെ അവരുടെ പ്രശ്നം കണ്ടെത്തി ആ പ്രശ്നങ്ങളെ അവതരിപ്പിച്ച് അത് പുരുഷന്മാരെ കൂടി ബോധ്യപ്പെടുത്തി അധികാര കേന്ദ്രിതമായ ലിംഗാധികാരത്തിൻ്റെ ഒരു പ്രശ്നത്തെ അവതരിപ്പിക്കാൻ കഴിയണം. അപ്പോൾ ആർക്കാണ് അധികാരം ചോദിക്കുമ്പോൾ അത് പുരുഷനാണ് എന്നുള്ളത് ഒരു കീഴ്വഴക്കം പോലെ ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിക്കപ്പെട്ടു പോന്നിരുന്നൊരു കാര്യമാണ്. അത് അങ്ങനെയല്ല, അധികാരത്തിൽ തുല്യ പങ്കാളിത്തം വേണം എന്ന ഒരു നിലപാട് ഒക്കെയാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ യൂണിറ്റുകളെയും തന്നെ പുനഃപരിശോധിക്കുകയും പിന്നെ അപഗ്രഥിക്കുകയും എങ്ങനെയാണ് അധികാരം പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുകയും ആ അധികാരം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് സ്ത്രീകൾ രണ്ടാംകിടയായി പോകുന്നത് എന്ന് കണ്ടെത്തുകയും അങ്ങനെ ആണ് എങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാര കേന്ദ്രിതമായിട്ടുള്ള ഒരു കുടുംബത്തിനോ അധികാര കേന്ദ്രിതമായിട്ടുള്ള മതത്തിനോ അതുപോലെ തന്നെ സമൂഹ സ്ഥാപനങ്ങൾക്കോ പ്രസക്തിയില്ല, അത് മാറണം. അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കി വരികയാണ് അവിടെ ചെയ്തത്. സ്വാഭാവികമായും സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് സ്ത്രീകളുടെ മുൻകൈയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീകളാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക, സ്ത്രീകളാണ് നടത്തിപ്പുകാർ. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി സ്വയം മാറാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരുപാട് യുവാക്കളന്ന് ആൺകുട്ടികളന്ന് നമ്മുടെ കൂടെ ചേരുകയും ചെയ്തിരുന്നു. തന്നെയുമല്ല, മാനുഷി മുന്നോട്ട് വെച്ചൊരു നിലപാട് എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രശ്നം അന്ന് വളരെ വിപ്ലവ സംഘടനകളടക്കം അംഗീകരിച്ചിരുന്ന വർഗവിമോചനം എന്ന് പറയുന്നൊരു യാന്ത്രിക നിലപാട് കൊണ്ട് പരിശോധിക്കാൻ പറ്റില്ല. ഈ കണ്ടീഷനിങ് അവരെയും അങ്ങനെ തന്നെയാണ് രൂപപ്പെടുത്തി വെച്ചിട്ടുള്ളത്.
അപ്പോൾ ആ യാന്ത്രിക നിലപാടിൻ്റെ അപ്പുറത്ത് സ്ത്രീകൾക്ക് വേറെയും പ്രശ്നമുണ്ട്. അതായത് സാമ്പത്തികമായിട്ട് പരിഹരിക്കാൻ പറ്റിയാലും സാമൂഹികമായി പരിഹരിക്കാൻ പറ്റാത്തതാണ് സ്ത്രീകളുടെ പ്രശ്നം. അത് ജാതിയുടെ പ്രശ്നം പോലെ തന്നെയാണ്, സാമൂഹികമായിട്ട് പരിഹരിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ പിന്നെ സമ്പത്തുള്ള ഒരു ദളിതനും ഈക്വൽ ആവണമല്ലോ. അപ്പോൾ ഈ സമ്പത്തുണ്ട്, വലിയ ശമ്പളമൊക്കെ വാങ്ങണ ഒരു ദളിതാണെന്ന് വിചാരിക്കും, ദളിതനാണ്. പക്ഷേ അയാൾക്ക് സമൂഹത്തിൽ ജാതിപരമായിട്ടുള്ള വിവേചനം അനുഭവിക്കേണ്ടി വരുന്നു, നിറത്തിൻ്റെ വിവേചനം അനുഭവിക്കേണ്ടി വരുന്നു. അത് തന്നെയാണ് സ്ത്രീകളുടെയും പ്രശ്നം. അവൾക്ക് തുല്യമായ ഒരു സാമ്പത്തിക അവസ്ഥ ഉണ്ടായാൽ പോലും സ്ത്രീയാണ് എന്നുള്ള പരിഗണന, സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പുരുഷന് കിട്ടുന്ന പരിഗണന, അവകാശം, തുല്യത. അപ്പോൾ തുല്യനീതി നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നുള്ള നിലയിൽ സ്ത്രീകളും ദളിതരും ട്രാൻസ്ജെൻഡേഴ്സും ദരിദ്ര കർഷകരും അതുപോലെ തന്നെ മാർജിനലൈസ് ചെയ്യപ്പെട്ട എല്ലാ വിഭാഗങ്ങളും ഐക്യപ്പെടണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ വർഗപരമായി മാത്രം പരിഹരിച്ചതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. മറിച്ച് വർഗേതരമായിട്ട് സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും എങ്ങനെയൊക്കെ സ്ത്രീകൾ ഈ അധികാര വ്യവസ്ഥയുടെ കീഴിൽ ആണ് എന്നുള്ളത് അന്വേഷണം, ദീർഘകാല അന്വേഷണമായിരുന്നു അത്. ആ ദീർഘകാല അന്വേഷണത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ച ഒന്നാണ് സ്ത്രീകളുടെ പ്രശ്നം വർഗേതരമാണ് എന്നുള്ളത്. ഞങ്ങൾ ടീച്ചേഴ്സും കുട്ടികളുമാണ്, അത് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ പ്രധാനമായിട്ട് 4 ടീച്ചേഴ്സാണ് ഉണ്ടായത്. ഒന്ന് ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. 2 ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള പ്രൊഫസർ സുമംഗലക്കുട്ടി. പിന്നെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ പാർവതി, പാർവതി. ദെൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇന്ദിര. ഞങ്ങൾ 4 പേരും ഒരുപക്ഷെ അതിൻ്റെ ഒരു ശക്തരായിട്ടുള്ള പ്രവർത്തകരായിരിക്കുമ്പോൾ ഇതിനോട് അനുഭാവം പുലർത്തുകയും ഒപ്പം പലപ്പോഴും ഞങ്ങളുടെ ഒപ്പം ചേരുകയും അകന്നു നിന്നുകൊണ്ട് തന്നെ സപ്പോർട്ട് തരികയും ചെയ്ത ടീച്ചേഴ്സ് വേറെയുണ്ട്. അതിലൊന്ന് സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന പ്രഭാദേവി എന്ന് പറയുന്ന ടീച്ചറാണ്. പിന്നെ ഒന്ന് സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ശ്രീദേവി, അന്ന് അവിടെ ഉണ്ടായിരുന്നു, ശ്രീദേവി എന്ന് പറഞ്ഞ ടീച്ചറാണ്. മറ്റ് പലരും ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ പ്രത്യക്ഷത്തിൽ വരാൻ പേടിയായിരുന്നു. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടികളും മാനുഷിയെ അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, വളരെ ശത്രുതാപരമായ സമീപനം തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ വനിതാ വിഭാഗങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ സ്വതന്ത്രമായിട്ടുള്ളൊരു സ്ത്രീ പ്രസ്ഥാനം എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിപ്പോൾ വലതിനെ മാറ്റി നിർത്തിയാൽ ശക്തമായിട്ടുള്ള അവിടുത്തെ ഇടത് പ്രസ്ഥാനങ്ങൾക്ക് വർഗപ്രശ്നത്തിനപ്പുറത്ത് വർഗേതര പ്രശ്നം എന്ന് പറഞ്ഞത് രുചിച്ചിട്ടുമില്ല. സ്ത്രീകൾക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ല എന്ന നിലപാടാണ് അവരെടുത്തത്. പുരുഷനുള്ള അതേ പ്രശ്നങ്ങളെ സ്ത്രീകൾക്കുള്ളൂ എന്നാണ് അവർ നിലപാട് വെച്ചത്. എന്ന് തന്നെയുമല്ല, വർഗപ്രശ്നത്തിൽ പരിഹരിക്കപ്പെട്ടാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾക്ക് വേണ്ടത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാക്തീകരണമാണ് എന്ന നിലപാട് അവർക്കുണ്ടായിരുന്നു. മുഖ്യധാരയിലെ പ്രശ്നമല്ല ഇത്. വിപ്ലവ പാർട്ടികളടക്കം പറഞ്ഞത് ഇത് പെരിഫറിയിലെ ഇഷ്യൂ ആണെന്നാണ്. വളരെ അനേകം കാലത്തേക്ക് സ്ത്രീകളുടെ പ്രശ്നം മുഖ്യധാരാ പ്രശ്നമാണെന്ന് വിപ്ലവ പാർട്ടികൾ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സമ്മതിച്ചിരുന്നില്ല. മനുഷി എന്ന പേര് വരാനുള്ള കാരണം ഒരു മാസികയുണ്ടായിരുന്നു, ഡൽഹിയിൽ നിന്നുള്ളൊരു മാസികയാണ്. സഖാവ് കെ വേണു എനിക്ക് മാസിക തന്നത്. അത് തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ലോകാനുഭവവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും നമുക്ക് ഈ പ്രത്യയശാസ്ത്രം രൂപീകരിക്കുന്നതിന് വളരെയധികം സഹായകരമായിട്ടുണ്ട്. ഒരുപാട് നമുക്ക് കണ്ണു തുറക്കാൻ, അതല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യാൻ കെ വി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കെ വിയുടെ പ്രസ്ഥാനം അത്ര തന്നെ ഒരു മുഖ്യധാരയിലൊരു പ്രശ്നമായിട്ട് പിന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും മറ്റുമൊക്കെ കണ്ടിരുന്നു എന്ന് സംശയമുണ്ട്. തന്നെയല്ല, അവരുടെ വനിതാ വിഭാഗമാകുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. മാനുഷി എന്ന് പറഞ്ഞാൽ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വനിതാ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അവർക്കറിയാം, അതിൻ്റെ നിലപാടുകളും അവർക്കറിയാം. പക്ഷേ ക്രമേണ തങ്ങളുടെ വനിതാ വിഭാഗമാവുക എന്നുള്ളതാണ് മനുഷ്യാൽ സാധിക്കപ്പെടേണ്ടതെന്ന് തോന്നൽ ഇതര സഖാക്കൾക്കുണ്ടായിരുന്നു.
അന്നും കെ വേണു പറയുണ്ടായിരുന്നു, ഇതൊരു സ്വതന്ത്ര സ്ത്രീ വിമോചന പ്രസ്ഥാനമാണ്, അതിനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ വിടുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ട് കെ വിനെ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ആറങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. അവിടെ ഈ യുവജനവേദികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കെ വി വന്നത്. അപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ കെ വിയെ കാണാനും ക്ലാസ് കേൾക്കാനും വേണ്ടി പോയി. അന്ന് അദ്ദേഹത്തിൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന മാനുഷി എന്ന് പറഞ്ഞ മാസിക എനിക്ക് എടുത്തു തന്നു. അപ്പോൾ ഞങ്ങളതുവരെ അത് കണ്ടിട്ടില്ല. തന്നെയുമല്ല ഫെമിനിസ്റ്റ് റൈറ്റിംഗ് ഒന്നും ഞങ്ങളന്ന് വായിച്ചിട്ടുമില്ല, ഞങ്ങളാരും തന്നെ വായിച്ചിട്ടില്ല. പിന്നീടാണ് വിർജീനിയ വുൾഫിനെയൊക്കെ ആയാലും നമ്മൾ വായിക്കാൻ തുടങ്ങുന്നത്, അത് സിമോൺ ദെ ബൂവയെ വായിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞ പുസ്തകവും പിന്നെ വലിയൊരു തുറവിയായിരുന്നു, കണ്ണ് തുറക്കുന്ന ഒരു അനുഭവമായിരുന്നു. 85-ലാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളത് വായിക്കാൻ ഒരു അക്കാദമിക വിഭാഗം പോലെ മനുഷ്യക്കുള്ളിലൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. വായിക്കുക, ക്ലാസ് എടുത്ത് തരിക, അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ പറയുക, ഈ മാനുഷി വായിക്കുമ്പോൾ ഡൽഹിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ത്രീ വിമോചന സംഘടനയുടെ മുഖപത്രമാണത്. അപ്പോൾ ആ പേരുള്ളിൽ സ്ട്രൈക്ക് ചെയ്തു. മനുഷ്യൻ മാത്രമല്ല മാനുഷിയുമുണ്ട്, ഈക്വൽ റൈറ്റ് ഉള്ളവരായിട്ട് എന്നുള്ള ഒരു രീതിയിൽ. പിന്നെ ഒരു സംഘടനയ്ക്ക് ഒരു പേര് ഇടേണ്ട നേരം വന്നപ്പോൾ ഒരുപാട് പേരുകൾ ഞങ്ങൾക്ക് ബോധിച്ചില്ല. അപ്പോൾ ഞാനാണ് സജസ്റ്റ് ചെയ്തത് മാനുഷി ചിന്തിക്കുന്ന സ്ത്രീകളുടെ സംഘടന, അങ്ങനെയാണ് ഞങ്ങൾ അതിന് പേരിട്ടത് ആദ്യം, മാനുഷി ചിന്തിക്കുന്ന സ്ത്രീകളുടെ സംഘടന.